അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സെമി ഫൈനലിസ്റ്റിനെ കണ്ടുപിടിക്കാനുള്ള മാച്ചാണ്. സെക്കൻഡ് സെമി ഫൈനലിസ്റ്റിനെ കണ്ടുപിടിക്കാനുള്ള മാച്ചാണ്. അപ്പോൾ അത് ക്വാളിഫിക്കേഷനാണ്. ഇതിൽ ജയിക്കുന്നവർക്ക് ഫസ്റ്റ് സെമിയിൽ ജയിച്ച സിദ്ധുവിൻ്റെ ടീമുമായിട്ട് മത്സരിക്കാൻ പറ്റും. അപ്പോൾ ആ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ബഗ് വന്നിട്ട് 3 ആളെ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ 4 ആൾ ഇറങ്ങി ഓടുന്നുണ്ട് ഇവിടെ. കോഡ് അപ്പോൾ 4 ആളായി. ഓക്കെ, റോഹ വാവ് നൈസ് ലുക്ക്, വെരി നൈസ്. റോഹ് ഇനാദ് ഒരു അസ്ലം നോക്കാം. ഹഫാൻ അസ്ലം ഓക്കെ. ലൂസർ പൊന്നമ്പിള്ളൻ്റെ തൊപ്പിയിട്ടാണ്. ലൂസർ ന്യൂ സ്റ്റൈലിലാണ്. അടുത്തത് ഫാസ്റ്റ് കോഡ് ഡോൺ റോ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. ഇവിടെ ഇന്നിരിക്കുന്നത് വളരെ വളരെ പ്രശ്നമാണ്. ആ സ്റ്റെയർ കേസിൻ്റെ അടിയിലാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ ഇത് ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഓടി കയറാനും ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ള നമുക്ക് മനസ്സിലാക്കുന്ന സംഭവമാണ്. അപ്പോൾ എൻ്റെ കോഡ് എനിക്ക് എല്ലാവരും ടീം കോഡ് അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റം മാച്ചിൽ കസ്റ്റം ചാറ്റിൽ. റേഞ്ച് ഇഷ്യൂ കോഡ് ലൂസർ ഓക്കെ. സ്ക്വാഡ് എന്ന് വേണം പറയാം. വളഞ്ഞോ ഓടുന്ന സ്ക്വാഡ് വളഞ്ഞു. കോഡ് സോളോ മാച്ചാണ് ശരിക്കും. സഹോ ഒരു പ്രശ്നം അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് റേഞ്ച് ഉണ്ടായാണ് നമ്മുടെ മുത്തറക്കണത്. അതാണെങ്കിൽ സ്കോഡ് സെറ്റുമാണ്. എനിക്ക് ഇത് എന്തായാലും സോളോ മാച്ചാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ദാരുണമായ തോൽവിയൊന്നുമല്ല. ഇവിടെ റേഞ്ചില്ലാത്തതുകൊണ്ട് ഡോൺ സഹോ അവരുടെ സെക്കൻഡറി മെയിൻ പ്ലെയറാണ്. അപ്പോൾ മെയിൻ പ്ലെയേഴ്സ് കോഡും ഇമാദും കഴിഞ്ഞാൽ സഹോ സെക്കൻഡറി പ്ലെയറാണ്. സെക്കൻഡറി പ്ലെയർ പോയി കഴിഞ്ഞാൽ ഇത്രയും സപ്പോർട്ടിങ് കുറയാണ്. പക്ഷേ സഹോ മെയിൻ പ്ലെയേഴ്സിന് റേഞ്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുത്ത് കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ഇവിടെ അതിനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു വലിയ കുറവാണ് ആ ടീമിൻ്റെ ശക്തിക്ക് വരുന്നത്. ഇവിടെ ആണെങ്കിൽ അർക്കിസ്ലാം ലൂസർ മെയിൻ പ്ലെയറാണ്. ഡബിൾ മെയിൻ പ്ലെയറാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും സെറ്റാണെന്നുള്ള തന്നെയാണ് ഒരു വിഷയം. ഒരു സ്ക്വാഡ് മാച്ചും കൂടിയാണ്. ഇവിടെ റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും വരുന്നുണ്ട്. നല്ല മാറ്റം വരുന്നുണ്ട്. അതെ, അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും അതിൻ്റേതായ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നകന്ന് കളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കളികളിൽ നമുക്ക് കാണാം ഇമാദിൻ്റെ ടീം ഫ്രഷ് പ്ലെയറിനായിരുന്നു. നമുക്ക് അറിയാവുന്ന ഇമാദാണ് അടിച്ചത് വൺ ടാപ്പ്. ലൂസറാണത്. യെസ് ലൂസറാണത്. അടിച്ചിട്ടിരിക്കുകയാണ്. ലൂസർ ആർക്ക് അതിലേക്ക് കിടക്കാം. റൂഹ ഇവിടെ സഹോ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ റേഞ്ച് ഇഷ്യൂ ആണത്. സഹോൻ്റെ റേഞ്ച് ഇഷ്യൂ ആണ്. ഓക്കെ, ഇസ്ലാമിലേക്ക് കിടക്കാം. ലൂസർ വീണു. റോഹ അത്യാവശ്യം ഹെഡ്ഷോട്ടും കിട്ടിയിട്ടുണ്ടാവും. കോഡിന് മാത്രമാണ് പോയത്. നമ്മൾ കോഡിൻ്റെ ഓപ്പോസിറ്റ് ടീമാണ്. ബോഡി ഷോട്ടാണ് മൊത്തം. എന്നാലും ഒരു ഫൈറ്ററല്ല ഗപ്പി. രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോൾ തുല്യ ശക്തിയാണ്. കോഡ് M10 അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ റേഞ്ച് വളരെ സെറ്റായിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അടുത്ത ഇമാദിലേക്ക് കടക്കാം. ഇമാദ് ഡബിൾ ഇന്ന് കളിക്കുന്ന ഇമാദ് തന്നെയാണ്. അദ്ദേഹത്തിന് 1-2 വിഷയങ്ങളുടെ അദ്ദേഹം അക്കൗണ്ട് ഒന്ന് മാറ്റിയിരുന്നു. ഇന്നെന്തായാലും ഇമാദ് തന്നെയാണ്. സഹോ
അസ്ലം ഫിനിഷ് സഫാൻ ലൂസർ സൈഡിലേക്ക് കിടക്കാം. സ്ട്രൈക്കാണ് കിടക്കാം. സഹോ അസ്ലം സഹോ റിട്ടേൺ ബാങ്ക് ഓൾ പവർ ഓൺ ഫുൾ പവർ ആയിട്ടില്ല, ഓൾഡ് പവർ ആയിട്ടുള്ളൂ, ഫുൾ പവർ എത്തിയിട്ടില്ല. അപ്പം പവർ ഇനിയും വരാൻ കിടക്കുന്നുണ്ടെന്ന് അർത്ഥം. വന്നപ്പോൾ തന്നെ ഏകദേശമൊക്കെ എടുത്തു പോകുന്നത്. വെരി നൈസ്. ഞാൻ നീ சொன்ன ആള് കടയാതെ തമ്പി, വേറെ ആള്. ഷാർക്ക് അസ്ലം ഇന്ന് റേഞ്ചിന് പ്രശ്നമുണ്ടോ എന്നറിയില്ല. ഗണ്ണൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന്. അല്ലല്ല, ഇന്ന് തോംസൺ. അതുകൊണ്ട് തന്നെയാണ് കളിയുടെ സ്റ്റൈൽ മാറി മൊത്തത്തിൽ. നമ്മളെ ഹെഡ് ഷോട്ട് റെഡർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ കോഡ് അസ്ലം ഫവാസ് വേണമെങ്കിൽ പറയാം. ഫവാസ് വ്യൂസ് ഫവാസ്, അത് നമ്മുടെ ബ്രദർ എന്ന് പറയുന്ന മാതിരി ഫവാസ് വ്യൂസ് ഫവാസ് എന്നും വേണമെങ്കിൽ പറയാം. സഫാൻ ഒരു ചുളിവാണല്ലോ, അതെ പുറകിലൂടെ ഒരു ഫൈറ്റ് ആയിരിക്കാം. ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അവരെല്ലാവരോടും ബാക്കിൽ എത്തിയിട്ടുണ്ട്. ഓ യെസ്, ഇറങ്ങിയിട്ടില്ല. ലെഫ്റ്റിൽ ആളെത്തിയിട്ടില്ല. അതെ ഫേക്ക് ലൂസർ ഡൗൺ റോ ഹോ കോഡ് കണ്ടിട്ടില്ല ഇപ്പോഴും. ലൂസറിലേക്ക് കിടക്കാം. ആകാശം വെറൈറ്റി സ്റ്റൈലിലാണ്. ഫോൺ ഹോസ് ഒരു ഹോസ് ചെയ്യുന്നിരിക്കുകയാണ്. എന്നാല് ഡോൺ സഹോ ഇവിടെ സഹോ നോക്കാണ്. സഫാനിലേക്ക് കടക്കാം. ലൂസർ എനിക്കൊരു ഇൻട്രസ്റ്റുള്ള കളി ഉണ്ടാവും തോന്നുന്നു. സെയിം പവർ എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു സെമി ഫൈനൽ ക്വാളിഫിക്കേഷൻ മത്സരം ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഫവാസിൻ്റെ കോഡ് ഫവാസിൻ്റെ എൻജി ഫവാസിൻ്റെ റോഹിൻ്റെ ഇമാദിൻ്റെ സഹോദര ടീമിന് ഒരു ഡിഫറൻറ്റ് ഫീലിംഗ് ഉണ്ട്. പക്ഷേ ലൂസറിൻ്റെ ടീം അവർ അടുത്തുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു അപകടം മണത്തിട്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ സെയിം പവറിലാണ്. കിൽ റേഷ്യോയിലൊന്ന് കടന്നു കഴിഞ്ഞാൽ 4 കില്ല്. ഫവാസിൻ്റെ റേഞ്ച് ഇഷ്യൂ ഉണ്ടാകും, അതിനെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കിൽ വിത്ത് ഡാമേജിൽ കാണാനുമുണ്ട് നമുക്ക്. പക്ഷേ ഓപ്പോസിറ്റ് ലൂസറിൻ്റെ ടീം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. പവർ കൂടിപ്പോയി. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് ടീം. ഉള്ളിൽ കയറി അടിച്ചത് എന്താണ് പവർ കാലിപ്പോയി. കളിയാണ് കൊമ്പനും ജോക്കറും. അവിടെ റോഹൻ്റെ റേഞ്ച് പോയിട്ടുണ്ട്. ഓപ്പോസിറ്റ് എല്ലാവരും സെറ്റ് ചെയ്യാനായിരുന്നു. വൻ വെടിവെപ്പ് നടന്നു, പക്ഷേ ആർക്കും കൊണ്ടതായി ചരിത്രം കുറിച്ചു. എന്തായാലും 5 റൗണ്ടായപ്പോൾ 3-2 എന്നുള്ള കോലത്തിലാണ് കാര്യങ്ങൾ. പക്ഷേ കാര്യങ്ങൾ മാറി 4-4. അത്യാവശ്യം ഡാമേജ്
2300 കയറി, ഒരാളും 2000 കയറിയിട്ടില്ല എന്നുള്ള ഒരു നോട്ടേൻ്റെ പോയിൻ്റാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ കോഡിന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. പറഞ്ഞവരുടെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ നമ്മളത് പറഞ്ഞതായിരുന്നു നമുക്ക് എണ്ണം പിടിച്ച് ഓടുന്നതാണ്. അത് വേറെ സംഭവമാണ്. ഒരു ബോട്ട് രണ്ടാമത്തെ ബോട്ട് ഒറ്റനെ കൊടുത്താൽ തീരും കേട്ടോ. അപ്പോൾ തിരിച്ചടിച്ചാൽ മതിയായിരുന്നു. നമുക്ക് തിരിച്ചടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇതടുത്ത ബോട്ട് നമുക്ക് അങ്ങോട്ട് ഓടി ഇവിടെ എത്തിയല്ലോ. ഹാക്കറാണ് തോന്നുന്നു. ഹാക്കറാണെന്ന് സെയിം സ്റ്റൈലും സെയിം ഓൾ സ്റ്റൈലും. ആകാശിലും സോളോ മാച്ചാണ്. കോഡുണ്ട്. സാഹോ ട്രിപ്പിൾ കില്ലടിച്ചോ. ആർക്കസ്ലാമിൻ്റെ ഒരു ഇത് സ്കോപ്പിൽ അടിക്കുന്ന വേറെ ലെവൽ അല്ലേ? ഗ്ലൂവാൾഡ് അതെ ഞങ്ങൾക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണന്മാർക്ക് അടുത്തിലാവണം. ഞാൻ പറയില്ല, അതിനുള്ള ഉപമ ഞാൻ പറഞ്ഞ കുറച്ച് കൂടി. ഇവിടെ എന്താ ഇപ്പുറത്തെ ദിവസം എന്താ? ഇവിടെ ഒരു ബോട്ട് വല്ലാത്ത റിയലി ഓസം. അപ്പോൾ രണ്ട് സ്ഥലത്തും ഓക്കെയാണ്. 3 2 ബോട്ടുണ്ട്. ബോട്ട് ബോട്ടെങ്ങാനും കോഡിനെ അടിച്ചിട്ട് MGFS അടിച്ചിട്ട് റൂഹ ഇവിടെ റൂഹ സെറ്റായി. സർ ബോട്ടിനെ ക്ലിയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂഹയിൽ കിടക്കാം. അടിക്കാരനൊന്നും അടിച്ചതാ. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഫവാസിന് റേഞ്ചിൻ്റെ ഫവാസ് അത് പറഞ്ഞതായിരുന്നു. ആ കളി കാണാൻ അവിടെ കാണാൻ നമുക്ക് MG ഒരു കില്ലാണ് ഉള്ളത്. നമുക്ക് 1111 ഡാമേജാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഫവാസ് പറഞ്ഞു പിന്നെ ഡോൺ റോഹൻ ഓൾറെഡി ഇത് കണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ? ഡോൺ റോഹന് റേഞ്ചില്ല, ഇപ്പോഴും കണ്ണെടുത്തിട്ടില്ല. അത്ര നേരമായിട്ട് ഇപ്പോൾ എടുത്തു. ഇമേദ ഇവിടെ ഓക്കെയാണ്. ഡോൺ റോഹൻ സെറ്റാണ്. ഇവിടേക്ക് കടക്കാം. ആർക്കാസ്ലം ഇവിടെ ഒരു ബോട്ട് ലൂസർ കൊമ്പൻ എല്ലാവരും സെറ്റാണ്. ഇവിടെയും ഇവിടെ ഒരു ബോട്ട്, ഒരു ഹാക്കർ, ഒരു പ്രോ പ്ലെയർ, ഒരു നോ പ്ലെയർ ഒക്കെ കണക്കാണ്. പുറത്തൊക്കെ പ്രോ പ്ലെയേഴ്സ്. എന്നത് കത്തിച്ചാ ഓക്കെ, നാളെ കാണാം. ഇവിടെ കിടന്നീന ആളല്ലടാ. ഇമാജിനെ ക്ലിയർ ചെയ്തൊരു അനിവാര്യമായ കാര്യം കൂടിയാണ്. അവിടെ ഇമാജിനെ ക്ലിയർ ചെയ്തൊരു അനിവാര്യ കാര്യം കൂടിയാണ്. ലൂസർ റോഹൻ അടിച്ചിട്ട് ഇമാജ് അവിടെ ഇമാജിനെ ക്ലിയർ ചെയ്തൊരു അനിവാര്യമായ കാര്യം തന്നെയാണ്. കാരണം ടീമിന് നിലനിൽപ്പ് വേണ്ടേ? ഒരു മെമ്പർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ടീം മെയിൻ പ്ലെയർ എന്നുള്ള ഫോർമ ടീം എന്താ പറയുക ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം. ലൂസർ സോളോ മാച്ചാണല്ലോ. ആ നിനക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ വെരി അത്യാവശ്യം റെഡ് ഒക്കെയാണ്. അപ്പോൾ 200 ഒറ്റടി 15 ലൈഫ് എത്തണമെങ്കിലേ മുമ്പ് കത്തലാക്കി 15 8 7 6
ആ ലെവലിൽ കിട്ടി. ദിസ് ഈസ് ഓസം. വെരി നൈസ് പ്ലേ. 8 റൗണ്ട് കഴിഞ്ഞപ്പോൾ അത് ഹെഡ്ഷോട്ടിനാ പറയല്ലേ. ഇതാ പെമ്പിള്ള ഇതൊരു ബോട്ട്. ഓ ഇപ്പുറത്തെ അവസ്ഥ. ഇവിടെ റേഞ്ച് എല്ലാവർക്കും സെറ്റായോ? ഏറെക്കുറെ എല്ലാവരും റേഞ്ച് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ കളി നല്ല പെർഫെക്റ്റ് കളി. എംപാൻ എടുത്തിട്ടൊക്കെയാണ് ഇറങ്ങി. ബോട്ട് എടുത്തിട്ട് എംപാനാണ് അള്ളാഹുലും. അത് ടീം അപ്പിങ് ആണ്. മൈക്ക് ഓണാക്കാതെ അല്ലയോ? മൈക്ക് ഓണാക്കി കഴിഞ്ഞാൽ പിങ് വരും. എൻ്റെ ട്രിപ്പിളാണ് വേണ്ടില്ലേ. അതേപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കോട്ട് സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഫിക്സ് ചെയ്ത് ടീമൊക്കെ എടുക്കുന്നത്. വോട്ടിംഗ് സ്കോഡ് NG മാറിക്കും. അത് റോഹ പിന്നെ അത് പിറകിലൂടെ ആരെയും വരുന്നുണ്ടോ? ഓക്കെ അസ്ലം യെസ് നോ ലൂസർ. ഓക്കെ അവർ സെറ്റാണ്. റോഹ NG ഫവാസി കോഡ് ഫവാസി NG ഫവാസി ലൂസറുണ്ട്. ഓ പറയലും കുത്തൽ കൊപ്പര വരുന്നു. എല്ലാം പെട്ടെന്ന് രാമ അസ്ലം. അസ്ലമിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇല്ല അതിനകത്തൊന്നും കിട്ടിയില്ല. കിട്ടിയിട്ടുണ്ട് കുറഞ്ഞായിട്ട്. അത്യാവശ്യം ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് കാണാനുണ്ട് നമുക്ക്. അത്യാവശ്യം വെറൈറ്റി സ്റ്റൈലാണ്. ഇവിടെ കണ്ടെയ്നറിന് മുകളിൽ കയറി അടിക്കാമെന്നുള്ള ഒരു പോസിറ്റീവാണ്. ഇത് മൊത്തം ഗ്ലിച്ചാണ് തോന്നുന്നു. കണ്ടെയ്ൻമെന്റ് സോണാണല്ലോ. ഓ ഞാൻ അതിലേക്ക് കിടക്കാം. നമുക്ക് അതിലേക്ക് കിടക്കാം. ലൂസ് സർവീസ് ഇമാത് സൗണ്ട് ഇട്ടാൽ കിട്ടും. അകത്ത് കുടിക്കും. സോളോ മാച്ചാണല്ലോ. സോളോ മാച്ച് നമ്മളൊരു ശൈലിയിൽ നിന്നാണ് സോളോ ആയ പ്ലെയറെ കളി കാണാനാണ്. കമ്പൻ സഫാനൊരു ഇൻട്രസ്റ്റ് ഉള്ള പ്ലെയർ ഉണ്ട്. അപ്പുറത്തെ റെഡ് സോണാണ് കളിക്കുന്നത്. ഗീതം കണ്ടതിൽ ഏറ്റവും വലിയ റെഡാണത്. ഫ്രീ ഫയറിൽ കയറിയതിന് ശേഷം കണ്ട ഏറ്റവും വലിയ റെഡ് പ്ലെയർ തന്നെയാണ്. ഞാൻ തല നോക്കാറുള്ളൂ. എനിക്ക് ബോഡി ഷോട്ട് അടിച്ചിട്ട് കഴിയൂല. കൊള്ളൂല നാളെ കൊള്ളൂല. ഞാൻ അടിച്ചാൽ കറക്കേ പോവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആകാശത്തോട്ട് പോകുന്നു. ഇവിടെ സൈറ്റ് കിട്ടാനായിട്ടില്ല. 3 സ്ക്വാഡാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അത് ഈ കളി 17 മിനിറ്റ് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈക്ക് കൊടുക്കാൻ അടുത്ത റൗണ്ടായിട്ട് ലൈക്ക് കൊടുക്കാം. പാവാട് ഫോൺ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം. ഡ്രസ്സ് എന്ത് പറഞ്ഞു പറ്റിപ്പോയതാണ്. ബോട്ട് വേണ്ടുണ്ട്. ബോട്ടിന് 1 ടാപ്പ് കോഡിൻ്റെ വക. പിന്നെ അതിലേക്ക് കടക്കാം. പക്ഷെ അവർ റൗണ്ട് അടിച്ച് ബാക്കിലെത്തിയോ ഇല്ല. ഇതൊരു എക്സ്പീരിയൻസ് പ്ലെയറുടെ സ്റ്റൈലാണിത്. ആ കറങ്ങി വരാനുണ്ട്. ഇമാദ് VS RK അസ്ലം കണ്ടു നോക്കാം. ഇവനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. RK അസ്ലം RK അസ്ലമിലേക്ക് ഒന്ന് കിടക്കാം. നമുക്ക് ആ കളി ഒന്ന് കണ്ടു നോക്കാം. സ്പ്രേ VS RK അസ്ലം സ്റ്റൈലാണല്ലോ. ലൂസർ VS NG ഫവാസ്. പിന്നെ അത് വേണം ഷാഹ്വാനിന്. ഉഫാനിലേക്ക് ഒന്ന് കിടക്കാം. ഉഫാൻ മെഡിക്കൽ അടിക്കാൻ പോവാണ്. ലൂസർ റോഹ ഇവിടെ നോക്കാണ്. സഹോ ലൂസർ സഹോനെ അടിച്ചിട്ട് ലൂസർ. അടുത്തത് സോളോ മാച്ചാണ്. എല്ലാ കളികളിലും സഹോ ഒരു റൗണ്ട് ഇടുക. റൗണ്ട് ഇട്ട് ലൂസറിലേക്കാണ് കിടക്കാം. സഫാൻ അത് അകത്തോട്ട് നോക്കാം. അകത്തും തന്നെ പരിപാടി. എല്ലായിടത്തും ഇവിടെ ഫുഡ് കൊടുക്കലാണ് പരിപാടി. പക്ഷേ ലൂസർ ഒരു മര്യാദയുള്ള പ്ലെയറാണ്. ഗ്ലോബൽ പൊളിക്കൽ സാധാരണ ഉണ്ടാവാറില്ല. അത് കാണാനുണ്ട് നമുക്ക്.
നോമ ഇതെവിടെയോ കണ്ടിട്ടുണ്ട് പറഞ്ഞേ. പുറത്തേക്ക് നോമ ഇവിടെ എവിടെയോ കണ്ട ഒരു നമുക്ക് ലൈക്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിരിക്കും നമുക്ക് 6 കില്ല് യൂസറിന്, 6 കില്ല് എൻജി ഫോസിന് 7 ലൈക്ക് മാറിപ്പോയി. ആള് മാറിപ്പോയി, ശ്രമിക്കണം. 7 ലൈക്ക് മതി. റോം ഡ്രോ 7 ലൈക്കിനുള്ള കളി ഉണ്ടെന്ന്. അതെന്തായാലും ഇത് ഇന്നത്തെ 6 ലൈക്ക്. ഇന്നെ പേരെന്തായിരുന്നു? രാമോ 7 കില്ല് സഹോക്ക്, 8 കില്ലുമായി ബോട്ട്, 8 ലൈക്കുമായി ബോട്ട്. ഇവനൊരു പിടിക്കുന്നുണ്ട്. ഈ ബോട്ട് ഒരു പിടിക്കുള്ള ബോട്ടാണല്ലോ. 6 ബാക്കി എല്ലാവരും 6. ഇന്നതാണ് 7 ലൈക്ക് കൊണ്ടുവന്ന് തോന്നുന്നു. വൈദവേ എന്തായാലും മറ്റേ റൂഹാണ് 7 ലൈക്ക് കൊണ്ടിരിക്കുന്നത്. അവനെയും വെട്ടി സഹോയും റൂഹും 7 ലൈക്കുമായി വന്നിട്ട് അവനെയും വെട്ടിയിട്ട് ഒരു ബോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു ഇൻട്രക്കുള്ള ബോട്ട് തന്നെയാണ്. ഇല്ലാത്ത ജാതി ബോട്ട് തന്നെയാണ്. എന്തോ പിന്നെ ഓരോ 2 പേരും ഒരു ടീമിലാണ്. സെയിം ഗിൽഡ് പ്ലേയേഴ്സാണ്, കോമ്പിനേഷനാണ്. സെയിം ഗിൽഡ് പ്ലേയേഴ്സാണ്. അതൊരു എങ്ങനെയാണ് തീർന്നേ? ഫാസ്റ്റ് വേണം, എനിക്ക് ഫാസ്റ്റ് വേണം. കാവലിക്കാണ് മേത് യൂസർ മേത് വേറെ 2 പേരുണ്ട് ഇവിടെ. ഇമാദിനടിച്ച് 6-5 11 റൗണ്ട് ആണോ? യെസ്, 11 റൗണ്ട് നടന്നപ്പോൾ 6-5 എവിടേക്ക് നിൽക്കുമെന്ന് പറയാം. മാച്ച് പോയിന്റ് ടീമിനൊരു മാച്ച് പോയിന്റ് ആണ്. പക്ഷേ മറ്റേ ടീമിന് 2 കളിയും കൂടി ജയിക്കണം, എന്നാലും ജയിക്കും. 5600 ഡാമേജ് ഉണ്ട് ലൂസറിന്. അതൊരു MP40 സ്റ്റൈലാണ്. ഇപ്പുറത്ത് ഇമാദിന് 5000 ഇതുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഇമാദാണ് ബെറ്റർ എന്ന് പറയുന്നു. കില്ല് കൊണ്ടല്ല, കാരണം ഇമാദ് ആദ്യത്തെ 4 റൗണ്ടുകളിലൊക്കെ M1897 എടുത്തത്. എന്നാൽ ലൂസർ MP5 അങ്ങനെ പോയി MP40 SMG ഗൺസാണ് കൂടുതലും യൂസ് ചെയ്ത്, കൂടുതൽ അങ്ങനെ തന്നെ യൂസ് ചെയ്ത്. പിന്നെ SRTകൾ അതിന് കടക്കുന്നില്ല. പക്ഷേ ഇമാദിൻ്റെ കാര്യം അത് ഇമാദിൻ്റെ വകയായിരിക്കാനാണ് സാധ്യത. യെസ്, കറക്റ്റ് ആ സ്റ്റൈൽ അങ്ങോട്ടാണ് പോകുന്നത്. സഹോ ലൂസറും ഇമാദ് വേണം. ഫാസ്റ്റ് ലൂസർ അത് നല്ലൊരു പരിപാടിയാണ്. ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു. ആ കാടിയുണ്ടല്ലോ, ലൂസറിലൊന്ന് കിടക്കണം. ലൂസറോടെ പൊളിക്കോ? ബോട്ടിറങ്ങി ലോക്കായതാ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ പറഞ്ഞത്. 3 ആണ് എന്തായാലും. കിടക്കാം അടിച്ചിട്ടു. ഇവിടെയാണ് ഇമാദവിടെ. ലൂസർ തന്നെയാണല്ലേ. ഇനി സോളോ മാച്ച് ഇമാദിലേക്കൊന്ന് നടക്കണം. ലൂസറിന് നോക്ക്. നമ്മൾ സോളോ മാച്ച് ടോപ്പ് എത്തലുണ്ടാവും. ഗ്ലിച്ചാണ് പറയാറില്ലേ, ഗ്ലിച്ചാണ്. 6 ബല്ലേ അങ്ങനൊരു കളി ഞാൻ ആദ്യമായിട്ട് കാണാണ്. സെക്കൻഡ് മാച്ചിൽ, സെക്കൻഡ് ഗ്രൂപ്പിൽ, സെക്കൻഡ് ടൂർണമെൻറ്റിൽ അത് അതിൽ ആദ്യമായിട്ട് കാണാൻ. 6-6 6-6 1-1 2-2 3-3 4-4 5-5 4-6 ആണ്. ആയിക്കോട്ടെ, അങ്ങനെ ഓരോന്നും 2 വീതം അടിച്ചു ചേർന്ന അങ്ങനല്ല. 6 ഒന്നുമില്ല കാലം. റിവെഞ്ചോ അല്ലേ എന്നുള്ളത്. കാരണം ബോട്ടിൽ അത് നല്ല കളി വെച്ചുണ്ട്. പക്ഷെ അത് ലൂസറിൻ്റെ ടീം നമ്മൾ എടുത്ത് പറഞ്ഞു വേണം. അതെ, ഫേക്കില്ല. 3-4 ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എലിമിനേറ്റായി. അത് ബോട്ടാണ്. ഒരുപാട് റൗണ്ടുകൾ ബോട്ട് ഇറങ്ങിയില്ലേ. അതായത് 3 റൗണ്ട് കഴിഞ്ഞ് അപ്പം മുതലേ ബോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ. എന്നിട്ട് ഒരു 6ലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു മികച്ച കളി തന്നെയാണ്. ലൂസർ അവർക്ക് 3 പേർക്ക് ഒപ്പരം നിന്നേ പറ്റുമോ? കോഡ് ലെഫ്റ്റ്. ഞാനേ കയറിയുള്ളൂ പറഞ്ഞില്ലേ. അവരിങ്ങനെ കറങ്ങി റിവെഞ്ച് അടിച്ച് അതിലൂടെ വരാനുള്ള പരിപാടിയായിരിക്കും. അത്യാവശ്യം അദ്ദേഹം ഒരു മാബിനിയെ പോലെ 4 ഭാഗവും റൗണ്ട് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തെക്കോട്ടും വടക്കോട്ടുമായി അദ്ദേഹം
മാത്രമേ ഉള്ളൂ, വടക്കില്ലേ? വടക്കോത്തെ ആളില്ല. വടക്കിലൊന്നുകൂടെയാണ് ആൾ വരുന്നത് എന്നുള്ളത് രസകരമായ സംഭവം കൂടിയാണ്. ഇതേ അകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്നതാണ് അവർ പറയുന്നത്. അദ്ദേഹം മാബിനി സ്റ്റൈലിൽ അദ്ദേഹം അതെ ഞാൻ പറഞ്ഞില്ലേ, വടക്കും തെക്കുമായി തീരഘാത എന്താ പറയുന്നത്, ആ ചങ്ങയ്യെ പോലെ അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. അത് മാറിക്കും ഓനെപ്പോലെ ഗോൾഡാതെ ഇത്രയും ധൈര്യത്തോടു കൂടി ഇറങ്ങി നടക്കാൻ ധൈര്യമുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ RK അസ്ലം എന്ന KTP കിങ് ടു പ്രോസ് ലീഗിലെ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് നമ്മൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 3-3 ഭാഗത്തായി. അത് അത്ര നല്ലതൊന്നുമല്ല. കാരണം ഇവരെല്ലാവരും ടീമായിട്ട് ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. അതൊരു ഇത്ര നല്ല പരിപാടിയൊന്നുമല്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു പോയിൻറ്റും കൂടിയാണ്. RK അസ്ലം ലെഫ്റ്റിലൂടെ കയറിയിട്ടുണ്ടാവും ഉള്ളിലോട്ട്. അതെ ഞാൻ പറഞ്ഞില്ലേ, അത് ഇത്ര നല്ല പരിപാടിയൊന്നുമില്ല. ഇതിനോട് എത്തി എന്നുള്ളതല്ല, അപ്പുറത്ത് സോളോ മാച്ച് ഫീൽ വരികയാണ്. പറഞ്ഞില്ലേ കോഡിലേക്കൊന്ന് നടക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് ലൂസർ പിന്നെ സഫ്വാൻ സോളോ മാച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അവർക്ക് പാളി. അതുവരെ ഒരുമിച്ച് നിന്നുള്ളതാണ് അവസാനം അവർക്ക് പാളി. എന്തായാലും അവിടെ കാരണം ലൂസറിൻ്റെ ടീമിന് അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, അടിച്ചിടാൻ കഴിയുമായിരുന്നു. എപ്പോഴോ അടിച്ചിട്ട് പോകാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അടിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷേ ഒരു ടീം